നമസ്തേ. അപ്പോ എൻ്റെ അടുത്ത് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തില് 3 തരത്തിലാണ് ക്ഷേത്രം പറയാം. ഒന്ന് മഹാക്ഷേത്രം, ഒന്ന് സാധാരണ ക്ഷേത്രം, ഒന്ന് കാവ്. അപ്പോൾ അതില് മഹാക്ഷേത്രം, അപ്പോൾ മഹാക്ഷേത്രത്തില് ക്ഷേത്രത്തിന്റെ ഘടനയോ അല്ലെങ്കിൽ രൂപമോ വലിപ്പോ മാത്രം നോക്കിയിട്ടല്ല മഹാക്ഷേത്രം എന്ന് പറയുന്നത്. ചെറിയ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളായിട്ടുണ്ട്. അവിടുത്തെ പൂജാവിധാനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മഹാക്ഷേത്രം എന്നുള്ള പറയാൻ കാരണം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ, ഒരു മഹാക്ഷേത്രത്തിൽ ഒന്നില്ലെങ്കിൽ 5 നേരം പൂജ അല്ലെങ്കിൽ 3 നേരം പൂജ, 3 ശീവേലിയോടുകൂടി നടത്തുന്ന പൂജ, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് മഹാക്ഷേത്രങ്ങൾ. അപ്പോൾ ഇതൊന്നുമല്ല അതെ ഇതില്ലാത്ത ക്ഷേത്രങ്ങളും മഹാക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. അത് ആ ക്ഷേത്രത്തിന്റെ ദേവന്റെ മഹത്വം കൊണ്ടും ആ ക്ഷേത്രത്തിന്റെ മഹത്വം കൊണ്ടും മഹാക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളും ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പൊ സാധാരണ ക്ഷേത്രം എന്ന് പറയുമ്പോൾ 3 നേരം പൂജയുള്ള ക്ഷേത്രങ്ങളുണ്ട്, 2 നേരം പൂജയുള്ള ക്ഷേത്രങ്ങളുണ്ട്, 1 നേരം പൂജയുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ശിവേലി അല്ലെങ്കിൽ ശിവേലി ഒന്നും ഇല്ല, സാധാരണ പൂജ മാത്രം. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ സാധാരണ ക്ഷേത്രം എന്ന് പറയും. പിന്നെ 3ാമത് വരുന്നത് കാവുകളാണ്. അത് നമ്മളുടെ പ്രകൃതിയോട് ഇണങ്ങി പോകുന്ന ഒരു ആരാധനാ സമ്പ്രദായമായി ആണ്. അപ്പോൾ അത് ഒരു മരത്തിന്റെ ചുവട്ടിലോ ഒക്കെ വെച്ച് ആരാധിച്ചു വന്നിരുന്നതാണ്. ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ആയിട്ട് ആരാധിച്ചു വന്നിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അത് കാവുകളാണ്. അപ്പൊ ആ കാവുകളിൽ പ്രധാനമായിട്ടും ഭദ്രകാളി, വേട്ടക്കരുമകൻ, ശാസ്താവ്, അയ്യപ്പൻ ഇങ്ങനെയുള്ള ദേവതകളാണ് കൂടുതലും കാവില്, നാഗങ്ങള്. അപ്പോൾ അത് പ്രകൃതിയാണ്, പ്രകൃതി തന്നെയാണ്, പ്രകൃതി ആരാധനയാണ് ശരിക്കും. ഇന്നിപ്പോ ആ കാവുകളൊക്കെ അന്യം നിന്നു, കാവ് സമ്പ്രദായങ്ങളൊക്കെ ഇന്നിപ്പോ അത് കുറെ കാവ് സമ്പ്രദായങ്ങളൊക്കെ കുടുംബക്ഷേത്രങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഇന്ന് വലിയ ക്ഷേത്രങ്ങളായി. അപ്പൊ ശരിക്കും ആ പ്രകൃതിയെയാണ് ആരാധിക്കണേ. ആ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ അങ്ങനെ ക്ഷേത്രാരാധനയിലേക്ക് മാറ്റാതെ ആ കാവ് എന്നുള്ളൊരു സമ്പ്രദായത്തിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും ഉചിതം. പ്രകൃതിയാണല്ലോ, പ്രകൃതി ആരാധനയാണ്. അപ്പൊ അത് സംരക്ഷിക്കണം. നമ്മൾ ഇന്ന് ഒരു വിധം കുടുംബക്ഷേത്രങ്ങളും ഒക്കെ അങ്ങനെ ക്ഷേത്ര ആരാധനയിലേക്ക് മാറി. മഹാക്ഷേത്രത്തിലേക്കൊന്നും ആയിട്ടില്ല, ക്ഷേത്ര സംവിധാനത്തിലേക്ക് വന്നിട്ടുള്ളൂ. മഹാക്ഷേത്രം ഒന്നും കാവ് എന്നുള്ളത് മഹാക്ഷേത്രത്തിലേക്കൊന്നും അങ്ങനെ മാറിയിട്ടില്ല. ക്രിയകളൊന്നും മഹാക്ഷേത്രം എന്ന് പറയലുള്ളൂ, അല്ലെങ്കിൽ മഹാക്ഷേത്രത്തിന്റെ രൂപഘടനകളിലേക്കൊക്കെ കുറെ കുടുംബക്ഷേത്രങ്ങളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പൂജാവിധാനങ്ങളൊന്നും ആയിട്ടില്ല. കാരണം സാധാരണ ഉള്ള ക്ഷേത്രത്തിന്റെ പൂജാവിധാനങ്ങളാണ്. ഉത്സവ അടിയന്തരങ്ങളൊക്കെയാണ് കുറച്ചും കൂടി വിപുലമായിട്ട് നടക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ ക്ഷേത്രത്തിലെ പറയുമ്പോൾ മഹാക്ഷേത്രത്തിനെയും സാധാരണ ക്ഷേത്രത്തിനെയും അല്ലെങ്കിൽ കാവ് എന്നുള്ളതിനെ പറയുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ. നമസ്തേ.